ഈ വെടിവെക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അന്ന് മയക്ക് വെടിവെക്കുക എന്ന് പറയുന്നത് തൃശ്ശൂർന്ന് ഡോക്ടർമാർ, അതായത് ഡോക്ടർ ചീരൻ, ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ, ഡോക്ടർ KC പണിക്കർ, മുരളീധരൻ നായർ, ഇവർ 4 പേരുടെ ഒരു സംഘമാണ് അന്ന് മയക്ക് വെടിവെക്കുക. ഒരു കാലത്ത് ചാക്കോയെ ചുട്ടുകരിച്ചൊരു സ്ഥലമുണ്ട്, കാറിലിട്ട് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. ആ സ്ഥലത്ത് കൂടി ആന കുന്നം വഴി ആന ഓടി. അങ്ങനെ ആന മാവേലിക്കര പുതിയ കാവിൽ വന്നു. പുതിയ കാവ് വരുന്നതിന് മുമ്പ് കുന്നത്ത് വെച്ച് വേറെ 2 ആനക്കാർ വന്നു. അതിൽ ഒരാനക്കാരൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ, സോമൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ആന കെട്ടാൻ വന്നു. 2 പേരെയും തട്ടിയിട്ട് കൊണ്ടുവരാൻ. അന്നത്തെ കാലത്ത് 4 മാസത്തേക്ക് 7000 രൂപയ്ക്ക് പാട്ടത്തിന്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ, 150 രൂപ, 200 രൂപ, 300 രൂപ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഒരു എഴുന്നള്ളിപ്പിന് കിട്ടുന്നത് 500 രൂപയ്ക്ക് കൂടുതൽ കിട്ടുന്ന കാലമാണ്. അങ്ങനെ ആനെ കൊല്ലടവിലൊരു എഴുന്നള്ളിപ്പിന് വന്ന സ്ഥലത്ത് ആന ഈ 2 ആനക്കാരെയും തട്ടിയിട്ട് പോയി. എഴുന്നള്ളിപ്പ് സ്ഥലത്ത് വെച്ചല്ല, എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ 1987 നമ്മുടെ കൊല്ലകടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൊല്ലകടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഈ IRDP ലോൺ കൊടുക്കും ആനക്കാർക്ക്. ബാങ്ക് മുഖാന്തരം ലോൺ കൊടുത്തിട്ട് ആനയെ മാങ്കാങ്കുഴിയിലൊരു കൃഷ്ണൻകുട്ടി, ഒരു കുഞ്ഞുകുട്ടി എന്നും പറഞ്ഞ് 2 ആനക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ഒരാനയെ കുഞ്ഞുകുട്ടിക്ക് കൊടുത്തു. വനമോഹൻ എന്ന് പറഞ്ഞ ഒരാനയെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആനക്കാരൻ. ഈ 2 ആനയും എനിക്ക് കൊണ്ടു നടക്കാനുള്ളൊരു ഭാഗ്യം അന്നത്തെ കാലത്ത് ഒരാനക്കാരായിരുന്നാലും അതിൽ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആനയെ എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നു. ആ കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞ ആനക്കാരൻ, എൻ്റെ ചേട്ടാ ഇതിനെ എങ്ങനെയും നോക്കി വളർത്തി എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കി തരണം. ഞാൻ പറഞ്ഞു, കുഞ്ഞുകുട്ടി ഇത് പറ്റില്ല, കുഞ്ഞുകുട്ടിയുടെ ആര് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ ചിരിച്ച്, ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പമുള്ളത് കൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇതൊന്നും പറയണ്ടേ, തോട്ടിയും ആനയെ എന്നെ ഏൽപ്പിച്ച് ഇദ്ദേഹം അടുത്ത വണ്ടി കയറി അദ്ദേഹം അങ്ങ് പോയി മാങ്കാങ്കുഴി. ഞാൻ ഈ ആനക്കാരനെ, ഈ ആനയും ഞാനും വേറൊരു നമ്മുടെ അടുത്തുള്ളൊരു വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ ഡ്രൈവറാണ്. അപ്പം അവനെ വിളിച്ച് പാടാമെന്ന് പറഞ്ഞു. ആനയ്ക്ക് 2 പട്ടയൊക്കെ വെട്ടി കൊണ്ടുവന്ന് ആനയെ ഒരു പറമ്പിൽ കെട്ടി. പിറ്റേ ദിവസം എൻ്റെ അനിയനെയും എൻ്റെ അളിയനെയും കൂടി വിളിച്ച് ആനയ്ക്ക് നിർത്തി ആനയെ കൊണ്ടു നടന്നു. അങ്ങനെ ഈ ആനയെ നമ്മുടെ മാരാരിക്കുളത്തൊരു ശിവനെന്നും പറഞ്ഞൊരു ആനക്കാരൻ, മാരാരിക്കുളത്ത്, അതായത് അദ്ദേഹം മധു എന്ന് പറയുന്നത് നമ്മുടെ മുല്ലയ്ക്കൽ ബാലകൃഷ്ണാനയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ദേവസ്വത്തിലൊന്നും ജോലിയിൽ പ്രവേശിക്കാത്ത കാലവും ഞാനും ദേവസ്വത്തിൽ പ്രവേശിക്കാത്ത കാലവും ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിൻ്റെ പേരിൽ ഇദ്ദേഹം ഈ ആനയെ എഴുന്നള്ളിപ്പ് ആവശ്യത്തിനായിട്ട് ചോദിച്ചു. എൻ്റെ കെയർ ഓഫിൽ കുഞ്ഞുകുട്ടിയുടെ അനുവാദത്തോടു കൂടി ഇയാൾക്ക് അന്നത്തെ കാലത്ത് 4 മാസത്തേക്ക് 7000 രൂപയ്ക്ക് പാട്ടത്തിന്. 7000 രൂപ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ, 150 രൂപ, 200 രൂപ, 300 രൂപ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഒരു എഴുന്നള്ളിപ്പിന് കിട്ടുന്നത് 500 രൂപയ്ക്ക് കൂടുതൽ കിട്ടുന്ന കാലമല്ല. 150 രൂപ, 200 രൂപയ്ക്ക് കൂടുതൽ ഇല്ല. പിന്നെ ഏറ്റവും ടൈറ്റുള്ള ഒരു ടൈം മാത്രം 500 രൂപ കിട്ടും, അതിൽ കൂടുതൽ കിട്ടില്ല അന്നത്തെ കാലത്ത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ ആനയെ കൊടുത്തു. ഞാനന്നേരം എൻ്റെ അളിയൻ പറഞ്ഞു, ഞാനും കൂടെ വരണം. ഞാൻ ആനയായിട്ട് പോയി. എനിക്ക് ആന വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഞാൻ ഇതിനെ ചേർത്തല കൊണ്ടുവന്നപ്പം ഈ ശിവൻ പറഞ്ഞു,
ചേട്ടാ ഞാനും കൂടി ഈ ആനയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഈ ആന പാട്ടത്തിനെടുത്തത്. അപ്പം എന്നാൽ ചേട്ടനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ നഷ്ടമായി, എനിക്കതിലൊരു പൈസയും കിട്ടത്തില്ല എന്ന രീതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ശിവനും ശ്രീധരൻ എന്നാണ് എൻ്റെ അളിയൻ്റെ പേര്, അദ്ദേഹമായിട്ട് പൊക്കോ, കുഴപ്പമില്ല. ഞാൻ ചേർത്തല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ബസ് കയറി ഞാനങ്ങ് പോയി കഴിഞ്ഞ് ഇവർ പോയി ഒരു എഴുന്നള്ളിപ്പൊക്കെ സാധിച്ചു. അങ്ങനെ വന്ന് മാരാരിക്കുളത്ത് വന്ന് വെള്ളാപ്പള്ളി വീടിനടുത്ത് വന്നൊരു തടി പിടിച്ചു വെക്കാൻ പോയി. അങ്ങനെ ആന ഇവരെയും കൊണ്ട് വഴക്കുണ്ടാക്കി. തടി പകുതി സ്ഥലത്ത് വലിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ആന ഇവരെ ഓടിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്തൊരാളുണ്ടായിരുന്നു. ആളെയും കൊണ്ട് കുളത്തിലിറങ്ങും, വെള്ളം കോരി ദേഹത്തൊഴിക്കും, വീണ്ടും കരയ്ക്ക് കയറും. അങ്ങനെ ഈ ആന വളരെ രസകരമായ ഒരു പ്രവൃത്തികളൊക്കെ ചെയ്ത് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഇവർക്ക് ഈ ആനയെ കെട്ടാൻ കഴിയുന്നില്ല. ആനയെ കെട്ടാൻ ഒരു തരത്തിലും ആന സമ്മതിക്കത്തില്ല. ആന ചൂടാകുമ്പോൾ കുളത്തിലിറങ്ങും, വെള്ളം കോരി, ആളും മോളി ഇരിപ്പുണ്ട്. അത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് വിളിച്ചു. അപ്പം അങ്ങനെ അവർ കുറച്ച് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാവെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്നു എന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. എന്തിനാ വരുന്നത്? ഞാൻ വന്നിട്ട് നിനക്കൊരു നഷ്ടം ഉണ്ടാക്കണം. അതല്ല, അവിടെ ഒരു എഴുന്നള്ളിപ്പുണ്ട്, നാളെ മുഹമ്മ അമ്പലത്തിലാണ്, ചേട്ടൻ വന്നില്ല, പരിപാടി നടക്കില്ല. ശരി. എൻ്റെ അച്ഛനും അന്നൊരു മുതുകുളത്തുള്ളൊരു ഉണ്ണിത്താനെന്നും പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹം ഈ ആനയെ പാട്ടത്തിനൊക്കെ എടുത്ത് നിങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം എന്നും എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ അദ്ദേഹത്തിന് വല്ല എഴുന്നള്ളിപ്പുണ്ടെങ്കിൽ കിട്ടണമെന്നുള്ള രീതിയിൽ അദ്ദേഹം വരും. അപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു മധു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നെടുമ്പുറത്ത് ഉണ്ണിത്താനെന്നാണ് അറിയപ്പെടുന്നത്, മുതുകുളത്ത്. അദ്ദേഹം പറഞ്ഞു, വിജയ ഏതായാലും ഒരു കാര്യം, ഒരു കുഴപ്പം പറ്റിയല്ലേ, പോയി എന്ന് എഴുന്നേൽച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി പോയി. ഞാൻ ആന അഴിച്ചു, മുഹമ്മ ചെന്ന് പരിപാടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പൈസ ഒരു 2000 രൂപ കുഞ്ഞുകുട്ടിക്ക് കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ശിവൻ പറഞ്ഞു, അത് ഒരു 10 ദിവസം 10 എഴുന്നേൽപ്പിലൂടെ കഴിയട്ടെ കൊടുക്കാം. അത് പറ്റത്തില്ല ശിവ. ഞാൻ കർക്കശമായി. ഇപ്പം ഇവൻ പറഞ്ഞു പറ്റത്തില്ല കൊടുക്കാൻ. അങ്ങനെ പറവൂർ 2 ദിവസത്തെ, പറവൂരില്ല, കൊട്ടാരം ക്ഷേത്രത്തിൽ, ആലപ്പുഴ, പിന്നെ ഇപ്പം ജില്ലാ ആസ്പത്രിയുടെ തൊട്ടടുത്തൊരു കൊട്ടാരം ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ 3 ദിവസത്തെ പറയുണ്ടായിരുന്നു. അവിടുത്തെ പറയൊക്കെ നടത്തി അങ്ങനെ നിന്ന് ഈ ആനയെ പിന്നെ അങ്ങ് ഹരിപ്പാടിന് കൊണ്ടുപോവുക. അദ്ദേഹം പിന്നെ എൻ്റെ പേര് ഒരു വലിയ ആക്ഷേപമൊക്കെ ഉന്നയിച്ചു, ഈ ശിവനെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, നീ പൈസ കൊടുക്ക്, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, പാവം പിടിച്ച മനുഷ്യനാണ്, അദ്ദേഹം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഇതിൻ്റെ ലോൺ അടയ്ക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ലോൺ അടയ്ക്കാനെങ്കിലും പൈസ കൊടുക്കണ്ടേ, അത് ഉദ്ദേശിച്ചല്ലേ നിനക്ക് തന്നെ, അല്ലെങ്കിൽ അയാൾ കൊണ്ടാടുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുന്നള്ളിച്ച് അയക്ക് പൈസ കൊടുക്കത്തില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ വർത്തമാനമൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ. അങ്ങനെ ഇവന് ഈ പൈസ കൊടുക്കാനും ഇല്ല, ഈ ആന ഇട്ട് പിന്നെ തിരിച്ച് ഇവന് കൊടുത്തുമില്ല, കൊണ്ടുകിടന്ന് എഴുന്നള്ളിച്ച് അയക്ക് പൈസയൊക്കെ കൊടുത്ത്. അങ്ങനെ ഈ ആനയെ എൻ്റെ അളിയനും ഈ ആനയെ ഒറ്റയ്ക്ക് അഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസരമുണ്ട്. ഈ ശിവനെയും ഒറ്റയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ശിവനും ശ്രീധരനും കൂടിയായാലും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസരമായപ്പോഴാണ് എന്നെ വിളിച്ചതും ഞാൻ വീണ്ടും ഇത് ആനയിലായതും. പിന്നീട് അങ്ങനെ പരിപാടിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അളിയൻ ശിവനങ്ങ് പോയല്ലോ, ശിവൻ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവായി, പിന്നെ വേണ്ടാന്നായി. അങ്ങനെ അയക്ക് എഴുന്നള്ളിച്ച് ഈ കുഞ്ഞുകുട്ടിക്ക് പൈസയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആന നിൽക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരുന്നത്. ഞാൻ കരുവറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തായി ആന പിന്നീട് എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞിടാ, നീ ഇതിനെ അഴിച്ച് കൈകാര്യം ചെയ്യണം, കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇവനെ കൊണ്ട് അഴിച്ച് കൈകാര്യം ചെയ്യിപ്പിച്ച് പിന്നെ ഇവനെ ഒറ്റയ്ക്ക് അഴിച്ച് കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആനക്കാരനെ കൂടെ നിർത്തി. അങ്ങനെ ഇതിനെ മാങ്കാങ്കുഴി കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെ കച്ചവടമായി. അതായത് ചങ്ങനാശ്ശേരി പിന്നെ ഇത്തിത്താനം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു KE ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഈ ആനയെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആന അവർ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലായിരുന്നു അന്നത്തെ ഇതിൻ്റെ പണത്തിൻ്റെ ഇടപാടൊക്കെ, അവിടെ നിന്ന് ലോൺ കൊടുത്ത് ആ പൈസ അതിൻ്റെ ഇടപാടൊക്കെ തീർത്ത് ഇവർ ഈ ആനയെ വിലയ്ക്ക് വാങ്ങിച്ചു.
പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി. ഈ എൻ്റെ അളിയനും ഈ രവീന്ദ്രനും കൂടിയാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളവിടെ നിൽക്കുന്നതിൽ നിന്നു, ഇല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ നിങ്ങളിഞ്ഞ് പോരാ, അവിടെ നിൽക്കാൻ പറയുകയാണെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ ഇനി പോരാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഇവിടുന്ന് ആനയെ കൊണ്ടുപോവാണ്, മാങ്കാങ്കുഴിയിൽ നിന്ന് ആനയെ കൊണ്ടുപോയി. ഏതാണ്ട് പുലിയൂർ കഴിഞ്ഞപ്പം ഒരു കള്ള് ഷാപ്പ്, ഇവർ കള്ള് കുടിക്കാൻ കയറിയതല്ല, കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിശന്നിട്ട് വയ്യ, അപ്പോൾ അവിടെ നിർത്താനൊരു സൗകര്യമുണ്ട്. അങ്ങനെ അവിടെ കയറിയവർ കപ്പയിറച്ചി വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തിത്താനത്ത് നിന്നൊരു ആനക്കാരനെയും കൂടെ കൊണ്ടുവന്നു. അപ്പം ഇവർ കൂടാതെ ഒരു ആനക്കാരനുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇവിടുന്ന് കുറച്ച് കപ്പ മേടിച്ച് ഇതിൻ്റെ വായി കൊണ്ടുവച്ചു കൊടുത്തു. ആന വളർന്നു, വായിക്കകത്തോട്ട് വെച്ചു കൊടുത്തു, ഒറ്റയടിയും കൊടുത്തു. അതായത് പുലിയൂർ പോയിട്ടുള്ളവർക്കറിയാം, കാരണം ആ റോഡിൽ നിന്ന് കുറേ അധികം താഴ്ചയുള്ളൊരു സ്ഥലമാണ്, പാടമാണ്, വലിയ പൊക്കമാണ്. അതിലേക്ക് വീണത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അയാളുടെ വാരിയെല്ല് 2 പൊട്ടിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അയാളെ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലാക്കി. അയാൾ ഹോസ്പിറ്റലിൽ പോയി. ഇവരാനെ അവിടെ ഇത്തിത്താനത്ത് കൊണ്ടുപോയി അവിടെ കെട്ടിക്കഴിച്ചപ്പോൾ ഇവരോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ആനക്കാരുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഇവർ പറയുകയാണ്, അവിടെ ആനക്കാരുണ്ട്, ഇതിനെ അവർ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ ആന വലിയ പൊക്കമുള്ള ഒരു ആനയാണ്. ആനയുടെ മനസ്സിലും അതിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഇവർക്ക് ശരിക്കും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയും കൂടിയായി. അങ്ങനെ ഇവരെ ഇനി പറഞ്ഞു കൊടുത്തു. അവിടെ പുതിയ ആനക്കാരയച്ചു കൊണ്ടുവന്നു. അങ്ങനെ ആനയെ കൊല്ലടവിലൊരു എഴുന്നള്ളിപ്പിന് വന്ന സ്ഥലത്ത് ഈ ആന ഈ 2 ആനക്കാരെയും തട്ടിയിട്ട് കുത്തി. എഴുന്നള്ളിപ്പ് സ്ഥലത്ത് വെച്ചല്ല, എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴാണ് തട്ടിയിട്ട് കുത്തി. ഒരുത്തൻ കോട്ടയം മെഡിക്കൽ കോളേജായി. ഒരാൾ കാലിന് ചെറിയ പരിക്കുള്ളത്, അവൻ്റെ കാലിൽ ചെറിയ കെട്ടേ ഉള്ളൂ, വേറെ അവന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. 2 ആനക്കാർ. അങ്ങനെ ഈ ആന കൈവിടുകയാണ്. കൊല്ലകടവെന്ന് പറഞ്ഞ സ്ഥലത്ത്, മാവേലിക്കര കൊല്ലകടവെന്ന് പറഞ്ഞ സ്ഥലത്ത് കൈവിട്ടു. ഈ ഒരു കാലത്ത് ചാക്കോയെ ചുട്ടുകരിച്ചൊരു സ്ഥലമുണ്ട്, കാറിലിട്ട്, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. ആ സ്ഥലത്ത് കൂടി ആന കുന്നം വഴി ആന ഓടി. അങ്ങനെ ആന മാവേലിക്കര പുതിയകാവിൽ വന്ന്, പുതിയകാവ് വരുന്നതിന് മുമ്പ് കുന്നത്ത് വെച്ച് വേറെ 2 ആനക്കാർ വന്നു. അതിൽ ഒരാനക്കാരൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ, സോമൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ആനയെ കെട്ടാൻ വന്നു. 2 പേരെയും തട്ടിയിട്ട് കുത്തി. അവർ 2 പേരും മാവേലിക്കര ഫിലിപ്പിൻ്റെ ഹോസ്പിറ്റലായി, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഫിലിപ്പിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. ഈ 2 പേരും അവിടെ ആയി. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലപ്പുഴയ്ക്ക് വരിക, ഒരു അത്യാവശ്യമായിട്ട് ഞാൻ ഒരു എഴുന്നള്ളിപ്പിൻ്റെ ആവശ്യമായിട്ട് പൈസ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുക. അപ്പം എൻ്റെ അളിയനെയും എൻ്റെ കൂടെ വേറെ എൻ്റെ കൂടെ നിന്ന് ജോലി പഠിച്ചു പൊന്നൻ എന്ന് പറഞ്ഞ ഒരാൾ, ഇവരെ 2 പേരെയും കൂടെ കൂട്ടി ഈ ഉടമസ്ഥനും. അപ്പോൾ അന്നൊക്കെ അംബാസഡർ കാറേ ഉള്ളൂ, ഈ ടാക്സി മാവേലിക്കര എന്നൊരു കാറിൽ വന്നു. ഇവരെ 2 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വരാൻ താമസം. അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പം ഞാൻ ആലപ്പുഴ പോയെന്ന് മാത്രമേ അറിയത്തുള്ളൂ, എവിടെ പോയത് എന്താ പോയെന്നൊന്നും വീട്ടിലും അത്ര അറിയത്തില്ല. അതിന് എഴുന്നള്ളിപ്പിൻ്റെ കാശ് മേടിക്കാൻ പോയതാണ്, കൊച്ചുമല്ലക്കൽ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം വീണ്ടും തിരിച്ചു വന്നു ഈ ആനയെ ഇവർക്ക് കെട്ടാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ആന കുന്നത്തൂന്ന് മാവേലിക്കര പുതിയാവ് വഴി കൊല്ലകടവ് വഴി പുറത്തിയാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 3 വില്ലേജ് ആന കടന്നു. അന്നത്തെ ഇവിടുത്തെ DGP സത്താർ കുഞ്ഞെന്നും പറഞ്ഞൊരു അദ്ദേഹമാണ്. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറൊക്കെ ആയതുകൊണ്ടും അദ്ദേഹത്തിനെ കുറച്ച് പാർട്ടിപരമായിട്ടൊക്കെ കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ചു വന്നതിന് അന്നത്തെ കാലത്ത് ഈ വെടിവെക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അന്ന് മയക്ക് വെടിവെക്കുക എന്ന് പറയുന്നത് തൃശ്ശൂർന്ന് ഡോക്ടർമാർ, അതായത് ഡോക്ടർ ചീരൻ, ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ, ഡോക്ടർ KC പണിക്കർ, മുരളീധരൻ നായർ, ഇവർ 4 പേരുടെ ഒരു സംഘമാണ് അന്ന് മയക്ക് വെടി വെക്കുക. അവർ മാത്രമേ ഇതിനെ പരിശീലിച്ചിട്ടുള്ളൂ, മയക്ക് വെടി വെക്കാനും
ഒരാനയ്ക്ക് എത്ര ആരോഗ്യമുണ്ട്, എത്ര വെയിറ്റുണ്ട്, അത് കണക്കാക്കിയിട്ട് സിറിഞ്ചിൽ മരുന്ന് നിറച്ച് ഇതിനെ വെടിവെക്കുവാൻ ഉള്ള ഒരു ലൈസൻസും കാര്യങ്ങളും പരിചയസമ്പന്നരായ ആൾക്കാർ തൃശ്ശൂർ ജില്ലയിൽ ഇവർ മാത്രമേ ഉള്ളൂ. കേരളത്തിലാകെ ഇവരേ ഉള്ളൂ. അങ്ങനെ ഇവർ വരുന്നതിന് മുമ്പേ ഇത്രയും 3 വില്ലേജുകൾ ഓടിയതുകൊണ്ട് ആകെ പരിഭ്രാന്തിയായി, വളരെ ഒരുപാട് ആൾക്കാർ കൂടി. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ആനയെ ഈ ആനയെടുക്കൽ എന്നെ കൊണ്ടുപോയി, കാറിൽ കൊണ്ടുപോയി. ഞാൻ എൻ്റെ അമ്മയോടും ആശ്രമത്തിൽ തൊഴുത് എൻ്റെ അമ്മയോടും ഒക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എടാ കുഞ്ഞ് രാത്രിയൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു, അല്ലമ്മേ പോയി അവരുടെ. അപ്പോൾ ഈ ഉടമസ്ഥൻ ഇസ്മയിൽ എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ നിന്ന് കരയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയും എൻ്റെ ആനയെ വന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. വളരെ ഒരു കാശ് മുടക്കിയ ആനയല്ലേ, അപ്പം അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം മുഴുവൻ സഹിക്കുന്ന ഒരു സാഹചര്യം കൂടി വരും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മ സമ്മതിച്ചു. ഞാനങ്ങനെ പോയി.